വൻ ഭക്തജന തിരക്കിൽ കുല്ലൂർ മൂകാംബിക ക്ഷേത്രം രഥോത്സവം നാളെ. ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. അതേസമയം ഇന്നത്തെ പൂജകൾ പൂർത്തിയാക്കി അല്പം മുൻപ് ക്ഷേത്രനട അടച്ചു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എല്ലായിടങ്ങളിലും ദേവീ മന്ത്രസ്തുതികളാൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ക്ഷേത്ര സന്നിധിയിൽ ഒന്നാകെ ഉള്ളത്. എന്തായാലും ഇന്നത്തെ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കി ക്ഷേത്രനട അടച്ചിരിക്കുകയാണ്. ഭക്തരെയൊക്കെ തന്നെ പുറത്തേക്ക് ഇറക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ക്ഷേത്ര സന്നിധിയിൽ ഇന്ന് അനുഭവപ്പെട്ടത്. നാളെയും സമാനമായ രീതിയിലുള്ള ഒരു വലിയ തിരക്ക് അനുഭവപ്പെടും. പുലർച്ചെ 3 മണിക്കാണ് നട തുറക്കുന്നത്. ആ സമയം മുതൽ തന്നെ വലിയൊരു ഭക്തരെ പ്രതീക്ഷിക്കുന്നത്. നാളെയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുക, രഥോത്സവം നടക്കുക. ആ ഒരു രഥോത്സവം കാണാനാണ് മലയാളികളടക്കമുള്ള ഒരു വലിയ ഭക്തജന സഞ്ചയം ഈ ക്ഷേത്ര സന്നിധിയിലേക്ക്, മൂകാംബിക ദേവിയുടെ ഈ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളടക്കമുള്ള തീർത്ഥാടകരുണ്ട്. ഇന്നാണോ വന്നത്? ഇന്നാണ് വന്നത്. ഇന്ന് ഇവിടെ ഞങ്ങൾ പറശ്ശിനിക്കടവിൽ നിന്ന് അമ്മ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ. എല്ലാ വർഷവും ഇദ്ദേഹം സുരേന്ദ്രേട്ടൻ ഇവിടെ ഉദയസ്തമന പൂജയും ചണ്ഡികാ ഹോമവും എല്ലാ വർഷവും ഇവിടെ കഴിക്കുന്നതാണ്. പ്രാർത്ഥനയായി ഇവിടെ ദേവിക്ക് സമർപ്പണം ചെയ്യുന്നതാണ്. അതുപോലെ ഏത് സമയത്താണോ അമ്മ ഞങ്ങളെ വിളിക്കുന്നത്. ഇന്നലെ ഇപ്പം ഇദ്ദേഹം അവിടെ പെട്ടെന്ന് ഇന്ന് ഈ വർഷം പോകുന്നില്ല എന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഇന്ന് രാവിലെ അദ്ദേഹത്തിന് തറവാട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നാ അമ്മ വിളിച്ചിപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നായി വരുന്നതാണ്. രാവിലെ തൊട്ട് എല്ലാവരും പറയുന്ന അമ്മയുടെ ഒരു വിളി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സന്നിധിയിലേക്ക് എത്താൻ പറ്റൂ. അതാണ് ഒരു സത്യം കൂടിയല്ലേ. നമ്മളിപ്പോൾ അമ്മ വിളിച്ചാൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. നമുക്ക് പല തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഒരു കൊല്ലത്തിൽ നമ്മളൊരു 5-6 പ്രാവശ്യമെല്ലാം വരും അമ്മ വിളിക്കുമ്പോൾ സമയത്ത്. എനിക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് അമ്മയുടെ കുങ്കുമത്തിൻ്റെ ഒരു വാസന വന്നാൽ ആ സമയത്ത് അന്നേരം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങലാണ്. ഒരുപാട് ഈ നാളത്തെ ഒരു ദിവസം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രഥോത്സവം നടക്കുന്നു, രഥം വലി നടക്കുന്നു. ആ ഒരു ചടങ്ങിന് കൂടി സാക്ഷിയാകുകയല്ലേ ഒരു വലിയ തിരക്ക് കൂടി അനുഭവപ്പെടുന്നത്. അതിന് സാക്ഷിയാണെന്നുള്ള ഒരു ഇതിൽ കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. അതുതന്നെയാണ് ഭക്തരെ സംബന്ധിച്ചോളം നാളത്തെ ഒരു ചടങ്ങിന് സാക്ഷിയാകുക എന്നുള്ളതാണ്. അത് ഏറ്റവും പുണ്യമാണ്, പൂർവ്വജന്മ സുഹൃതമാണ് എന്നൊക്കെ തന്നെയാണ് അവർ വിശേഷിപ്പിക്കുകയും ചെയ്യുക. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും രാവിലെയും നാളെ പുലർച്ചെയും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്.